അപ്പൊ ജയറാം ട്രങ്കുകളൊക്കെ വിളിച്ച് അവിടെ എടുക്കുന്നത് അമ്മയായിരിക്കും. അമ്മ തരില്ല, പിന്നെ അമ്മ കട്ട് ചെയ്തേക്കും. ജയറാം പാവം മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്ന ഒരു കോള്. ഇന്നലെ രാത്രിയും കൂടെ ജയറാം പറയായിരുന്നു ചില ജേർണലിസ്റ്റുകളൊക്കെ പേടിപ്പിക്കുന്നത് അങ്ങനെയാണെന്ന്. ഞങ്ങൾക്കറിയാം പാർവതിക്ക് എത്ര കോള് ചെയ്തിട്ടുണ്ടെന്നുള്ള അതിന്റെ ഫുൾ ഡീറ്റെയിൽ. എന്നിട്ട് BSNLന്റെ ബില്ലും കൂടെ കയ്യിൽ വെച്ചിട്ട് പേടിപ്പിക്കും, ഇന്ന ഫംഗ്ഷന് വന്നേക്കണം എന്ന് പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ പേടി ഇവരെങ്ങാനും എഴുതി പിടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആകെ ഒരു കാര്യത്തിനെ പേടിപ്പിച്ചിട്ടുള്ളൂ. ഇത് നിങ്ങൾ രണ്ടുപേരെയും അങ്ങനെ മറ്റേ പാട്ടിലാക്കാൻ പറ്റുന്ന ഒറ്റൊരു സാധനം എന്ന് പറയുന്നത് ഈ പ്രേമകഥ പബ്ലിഷ് ചെയ്യുന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പേടി. അല്ല, ജയറാമേട്ടൻ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടതാ. അതായത് എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയുടെയും മോളുടെയും വോയിസ് ഒരുപോലെയാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ ചേച്ചി? ഞങ്ങളുടെയൊക്കെ എന്റെ അമ്മയുടെയും എന്റെ ചേച്ചിയുടെയും എന്റെയും ഒക്കെ വോയിസ് ഒരേപോലെയാണ്. അപ്പൊ ആർക്കും അങ്ങനെ പെട്ടെന്ന് വ്യത്യാസം അറിയാൻ പറ്റില്ല. അപ്പൊ ജയറാം ട്രങ്കുകളൊക്കെ വിളിച്ച് അവിടെ എടുക്കുന്നത് അമ്മയായിരിക്കും. അമ്മ തരില്ല, പിന്നെ അമ്മ കട്ട് ചെയ്തേക്കും. വളരെ ഈസി ആയിട്ട് ജയറാം പാവം മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്ന ഒരു കോള്. ഈ വർഷം ഇന്ന് ഈ ഇയർ എന്ന് പറയുന്നത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 30 വർഷമായ ഇയറാണ് അല്ലെ? ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞപ്പോ ജയറാമേട്ടൻ കളിയാക്കാറുണ്ടോ, നിന്നെ കിട്ടാനായിട്ട് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അങ്ങനെ എന്തെങ്കിലും? കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പൊ ഒരു നല്ല ലൈഫ് കിട്ടിയത്. അല്ല, എന്നാലും അതൊക്കെ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒക്കെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, ഓ എന്റെ പൊന്നോ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പറയാറുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഇന്നലെയും കൂടെ പറഞ്ഞു ഇത് പറഞ്ഞിട്ടാ പേടിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു ജേർണലിസ്റ്റുകളൊക്കെ ഓരോന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് ഇത് എപ്പോ കേട്ടാലും ഈ എവർഗ്രീൻ ലവ് സ്റ്റോറീസ് പോലെയാണ്. ചില ലവ് സ്റ്റോറീസ് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോറടിക്കട്ടെ, ഇത് ബോറടിക്കുന്നേ ഇല്ല. ജയറാമേട്ടനാണെങ്കിൽ ജയറാമിന് എന്നും എന്തെങ്കിലും ഒരു കഥ പറയാം. ജയറാമേട്ടൻ ഏത് ഇന്റർവ്യൂ വന്നിരുന്നാലും ഒരു പുതിയ സാധനം അടിച്ചിട്ട് ഉണ്ടാവും അല്ലേ? അതൊരു ഭയങ്കര, ഞാൻ പറയും സരസ്വതി ദേവിയുടെ ഒരു അനുഗ്രഹം. അങ്ങനെ വായിൽ വന്നോണ്ടേയിരിക്കും കഥകൾ, ഓർമ്മയുണ്ടാവും. ഞാനാണ് പല കാര്യങ്ങളും ഞാൻ മറന്നുപോകും. ഭയങ്കര ഓർമ്മയാണ്, കഥകളൊന്നും മറക്കില്ല, അതിന്റെ പഞ്ചൊന്നും മറക്കില്ല, കറക്റ്റ് ആയിട്ട് അത് പറയും. ഒരിക്കൽ ഒരു ഇന്റർവ്യൂല് ഞാനുമായിട്ട് ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോൾ ജയറാമേട്ടൻ്റെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ജയറാമേട്ടൻ ഇത് എന്താ ഈ ബ്രേസ്ലെറ്റ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇത് വശീകരണ മന്ത്രമാണ്. എന്റെ മോനോ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? അങ്ങനെ വീട്ടിലും ശരിക്കും ജയറാമേട്ടൻ ഇങ്ങനെ നമ്മൾ കാണുന്ന ഭയങ്കര ചില്ലായിട്ടുള്ള ജയറാമേട്ടനാണോ അതോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള? അങ്ങനെയാണ്, അല്ലാത്ത സമയങ്ങളും ഉണ്ട്, നമ്മളെല്ലാരും പറപ്പിക്കുന്ന സമയങ്ങളും ഉണ്ട്. ആണോ? പക്ഷെ മോസ്റ്റ്ലി ജയറാം കൂളാണ്.